അതെ, വിജയണ്ണന്റെ കട്ട ഫാൻ ആയതുകൊണ്ട് വാവയും കൊണ്ടുവന്നു. വാവേനെ ആദ്യമായിട്ടാണ് എന്റെ പടം കാണിക്കണമെന്നൊരു ആഗ്രഹം, അങ്ങനെ വന്നതാണ്. റിലീസ് നേരത്തെ ജനുവരിയിൽ ഇറങ്ങുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കാണാൻ പറ്റാത്തതിൽ. മാറ്റി വയ്ക്കാൻ വേണ്ടി കുറെ പ്രാർത്ഥിച്ചു. സത്യം മാറ്റി വെക്കലെന്ന് ആഗ്രഹിക്കുന്നു. അതെ, ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങള് ട്രിവാൻഡ്രത്തുള്ള മകൾറണിയുടെ പ്രസിഡന്റാണ് ഞാൻ. അപ്പം ഞങ്ങൾ 7 ഫാൻസ് ഷോ കണ്ടക്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 8ാമത്തെ ഒരു ഷോ ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ഷോയും മിസ്സാവും. പിന്നെ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് സന്തോഷമായി. ഞാൻ ചോദിക്കാതിരിക്കുന്നത് റിലീസ് ഡേറ്റ് മാറ്റി വെച്ചത് വിഷമമായോ എന്നുള്ളത്. പക്ഷെ സന്തോഷമായിരുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും മാറ്റി കിട്ടുമോ. ലാസ്റ്റ് നിമിഷം വരെ റിലീസ് ആവുമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ മാറില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. പിന്നെയാണ് മാറ്റി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. പേര് നക്ഷത്ര. പിന്നെ ഉറപ്പായിട്ടും അണ്ണന്റെ ഫാൻ. അവസാനത്തെ സിനിമയാണല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, നിയമസഭയിൽ എപ്പോഴും കാണാൻ പറ്റും. പക്ഷെ സിനിമ എന്ന രീതിയിൽ അവസാനത്തെ പടവും കൂടെ ഭയങ്കര വിഷമമാണ്. സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് അണ്ണൻ്റെ വളർച്ചയാണ്. അപ്പോൾ സിനിമയുടെ ഒരു ലോകത്തിൽ നിന്നും ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതിന് ഞങ്ങൾ അങ്ങേയറ്റം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. തമിഴ് വെട്ടിക്കഴകം എന്ന് പറയുന്ന ഒരു സംഘടനയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അണ്ണൻ എന്ത് ഡിസിഷൻ എടുക്കുന്നോ അതിൻ്റെ കൂടെ ഞങ്ങൾ. മുഖ്യമന്ത്രിയായിട്ട് എങ്ങനെയുണ്ട് ഇതുവരെ? സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കാരണം ഇതുവരെ ഇങ്ങനെയൊരു CM കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക ഡിസിഷൻ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതുവരെയും കണ്ടിട്ടില്ല ഇന്ത്യയിൽ തന്നെ. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആരെയും നോക്കാതെ പേടിയില്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സമയമാണ്. പക്ഷേ ഒറ്റ ചോദ്യം ചോദിക്കുക, ഓൺലൈനിൽ ഉൾപ്പെടെ പ്രിന്റ് ലീക്ക് ആയിരുന്ന സാഹചര്യം അപ്പോഴെന്താ തോന്നി? വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് കാണും, പക്ഷേ ദളപതിയെ കട്ടയ്ക്ക് ആരാധിക്കുന്ന ആരും കാണത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. കുറേ പേര് വന്ന് പറഞ്ഞു പ്രിൻ്റഡ് ഉണ്ട്, അയച്ചു തരട്ടെ, വേണോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, അണ്ണൻ്റെ പടം കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണും. ആ ഒരു ഡിസിഷനായിരുന്നു. ഹായ് നക്ഷത്ര, ഹാപ്പി ഫിലിം. സൂപ്പറായിട്ട് കാണാം കേട്ടോ. എന്തായാലും രാവിലെ തന്നെ കൊച്ചു നക്ഷത്ര ജനിച്ച് കുറച്ച് നാളായിട്ടുള്ളൂ കുട്ടിയായിട്ടാണ് സിനിമയ്ക്ക് എത്തുന്നത്. ഒരു അടുത്ത ദളപതി ഫാൻ ഇൻ മേക്കിംഗ് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ തന്നെ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. രാവിലെ തന്നെ നമുക്ക് ഈ തിരക്ക് കാണാം. ഈ തിരക്ക് സ്വാഭാവികമായിട്ട് ഇതൊരു അവസാനമാണ്. കാരണം ഇനിയൊരു വിജയ ചിത്രം തിയേറ്ററുകളിലേക്ക് വരിക എന്നുള്ളത് വളരെ കുറവായിട്ടൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. നമുക്ക് ചോദിക്കാം. നല്ലൊരു എക്സ്പെക്റ്റേഷനാണ്. പിന്നെ ദളപതി വിജയണ്ണൻ്റെ ലാസ്റ്റ് മൂവിയാണ്, അതിൻ്റെ വിഷമമുണ്ട്. പിന്നെ CM അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. CM വിജയ് എന്നുള്ളൊരു ടൈറ്റിൽ കാർഡും കാണാമല്ലോ, അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം പുള്ളിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. അതായത് തമിഴ് സിനിമയിൽ ഫസ്റ്റ് പുള്ളീനെ കളിയാക്കി പുള്ളി അതൊരു ഇതായിട്ട് ഇൻസ്പിറേഷൻ അല്ലല്ലോ, സോറി. അതെ. അപ്പം പുള്ളി അതിലൊരു എന്താ പറയാൻ വേണ്ടി ഇനിയും ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു വെറിയെന്ന് പറയത്തില്ലേ, അതിൽ പുള്ളി ഇളയ ദളപതിയിൽ നിന്ന് അടുത്ത ഒരുപാട് പൊളിറ്റിക്കൽ പരമായിട്ട് എതിർപ്പുകൾ വന്നപ്പം പുള്ളിക്ക് പൊളിറ്റിക്കൽ വരണമെന്ന് പറഞ്ഞിട്ട് കുറേ നാൾ മുമ്പുള്ള 2008 മുതൽ വർക്ക് ചെയ്യുന്നതാണ്, മനസ്സിലായി. അപ്പോൾ പുള്ളിയുടെ ഒരു ഒരു ബേസ്മെൻ്റൊക്കെ ഇട്ട് പുള്ളി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വന്ന് അടിച്ചിരിക്കുകയാണ്. ഓൺലൈൻ പ്രിന്റ് ലീക്ക് ആയപ്പോൾ ഞങ്ങൾ കണ്ടില്ല ബ്രോ. കാരണം ദളപതി വിജയണ്ണൻ്റെ സിനിമ നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണും. അതാണ് നമ്മുടെ ഒരു ഇത്. ഇമോഷണലായിട്ട് ഇറങ്ങി വരുമോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ കറുപ്പൊക്കെ ഇട്ടുള്ളത്. കാരണം അതായത് നമ്മൾ ലാസ്റ്റ് സിനിമയല്ലേ ബ്രോ, അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ ബ്ലാക്കാക്കി ഇട്ട് വന്നതാണ്. താങ്ക് യു. യെസ്, അപ്പോൾ എന്തായാലും ഷോയ്ക്ക് സമയമായി. സ്വാഭാവികമായിട്ടും ആളുകൾ തിയേറ്ററുകളിലേക്ക് പോവുകയാണ്. ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും പലരും ഇമോഷണലായിട്ട് ഇറങ്ങി വരുന്നത് കാണാം. കാരണം സിനിമയുടെ അണിയർ പ്രവർത്തകർ അവസാനം എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇമോഷണൽ ആക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും കേരളത്തിലാണ് ആദ്യം ഷോ നടക്കുന്നത് 6 മണിക്ക്. കേരളത്തിൽ ആന്ധ്രയിലും 6 മണിക്കാണ് ഷോ. തമിഴ്നാട്ടിൽ 9 മണിക്കാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾ പലരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ആദ്യം തന്നെ ഷോ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ ന്യൂ തിയേറ്ററിലെ കാഴ്ച മാത്രമാണുള്ളത്. ഇതുപോലെ പല സെൻറ്റേഴ്സിലും രാവിലെ മുതൽ തന്നെ ഹൗസ്ഫുൾ ഷോസും ഉണ്ട്, ആരാധകരുടെ കൂട്ടമുണ്ട്. അപ്പോൾ സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് കാണാം.